അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ ടൈം ടേബിൾ റിലീസ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങിയാണ് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും ടൈം ടേബിൾ വേണം. അതുപോലെ തന്നെ നമ്മുടെ ലൈവിലും കുറേ കമൻറ്റ് കണ്ടു, കെമിസ്ട്രീൻ്റെ ടൈം ടേബിൾ വേണം, മാത്സിൻ്റെ ടൈം ടേബിൾ വേണം, അങ്ങനെ എല്ലാം കണ്ടു. സോ അങ്ങനെ നമ്മൾ കെമിസ്ട്രീൻ്റെ ടൈം ടേബിളായിട്ട് വന്നിക്കാണ്. നിങ്ങൾക്ക് അറിയാം എന്തായാലും 2 മാസത്തിൻ്റെ അടുത്ത് ഇനി ടൈം ഉള്ളൂ എന്നാണ് നമ്മുടെ കെമിസ്ട്രീൻ്റെ എക്സാം സെപ്റ്റംബർ 7-നാണ്. അപ്പോൾ അധികം ടൈമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ അധികം പേടിക്കാനില്ല. നമ്മുടെ ടൈം ടേബിൾ പ്രകാരം നമുക്ക് ആഗസ്റ്റ് 20 ആകുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ടോപ്പിക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ടൈം ടേബിൾ എന്താണെന്ന് ആദ്യം നോക്കാം. ടൈം ടേബിൾ നോക്കുന്നതിന് മുമ്പേ കെമിസ്ട്രിയിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് എല്ലാവർക്കും നല്ലൊരു അറിവില്ലേ? ആകെ 14 ചാപ്റ്റർ ഉള്ളൂ. 14 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റർ ഒന്നും അധികം കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നും ഇല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്ന തന്നെ എല്ലാം മനസ്സിലാവുന്ന രീതിയിലുള്ള ചാപ്റ്റേഴ്സാണ്. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോഴും ചാപ്റ്ററിന്റെ കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് കുറച്ച് ഹൈഡ്രോ കാർബൺസ് ഉണ്ടെന്നുള്ളൂ. ഹൈഡ്രോ കാർബൺസ് പിന്നെ നിങ്ങൾ 10th ലും 9th ലും ഒക്കെ ചെറിയൊരു ബേസ് കിട്ടിയിട്ടുണ്ടല്ലോ ഹൈഡ്രോ കാർബൺസിന്. അത് വെച്ചിട്ടുള്ള കളികളൊക്കെയാണ് ലാസ്റ്റിലേക്കുള്ളത്. സംഭവം സിമ്പിളാണ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണ് റിയാക്ഷൻസ് നടക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക, അത് മാത്രമേ കെമിസ്ട്രിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. കെമിസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ സെപ്റ്റംബർ 7-നാണ് എക്സാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കെമിസ്ട്രിയിലാണ്. അപ്പോൾ നമ്മളെ ടൈം ടേബിൾ പ്രകാരം നമുക്ക് ആഗസ്റ്റ് 20 ആകുമ്പോഴേക്കും തന്നെ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്യാം. ഫുൾ ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള ടൈം നിങ്ങൾക്ക് എന്താണ് റിവിഷന് യൂസ് ചെയ്യാം. കെമിസ്ട്രി ആയതുകൊണ്ട് 14 ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ഫുൾ റിവിഷൻ പോകാനും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഒരു ക്വിക്ക് റിവിഷൻ പോകാനുള്ള ടൈം ആഗസ്റ്റ് 20 നിങ്ങൾ ചാപ്റ്റർ തീർത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ആ ടൈം ടേബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. എൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങളെല്ലാവരും എന്തായാലും ഫസ്റ്റത്തെ 2 ചാപ്റ്റർ എല്ലാവരും തീർത്തിട്ടുണ്ടാവും. സ്ട്രക്ചർ ഓഫ് ആറ്റവും സം ബേസിക് കോൺസെപ്റ്റും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ചാപ്റ്റർ ഒന്ന് വായിച്ചു കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചാപ്റ്ററിലൂടെ ഒന്ന് പോയവരായിരിക്കും. അതിന് ആർക്കും വലിയൊരു കുഴപ്പമുണ്ടാവില്ല. ആ 2 ചാപ്റ്ററും പെട്ടെന്ന് തന്നെ തീർന്നതായിരിക്കും. എന്നാലും ഞാൻ സം ബേസിക് കോൺസെപ്റ്റിന് ഒരു ഡേ കൊടുത്തിട്ടുണ്ട്. അതായത് 4-ാം തീയതി നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ 5-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സം ബേസിക് കോൺസെപ്റ്റ് തീർക്കാം. പിന്നെ അടുത്ത് പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം ശരിക്കും ഞാൻ 3 ഡേ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മോസ്റ്റ് ഓഫ് ആൾക്കാർ സ്ട്രക്ചർ ഓഫ് ആറ്റവും സം ബേസിക് കോൺസെപ്റ്റും ഫുള്ള് തീർത്തവരാണ്. ഓക്കെ, എന്തായാലും +1 ഒക്കെ തീരാനായ ടൈം ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും സം ബേസിക് കോൺസെപ്റ്റും സ്ട്രക്ചർ ഓഫ് ആറ്റവും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കവർ ചെയ്തതാണ്. എന്നാലും ഞാൻ വെറുതെ 3 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയതുകൊണ്ടും കുറച്ചധികം ടോപ്പിക്സ് ഫോക്കസ് ഏരിയയിൽ ഉള്ളതുകൊണ്ടും 3 ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. 3 ഡേയ്സ് കൊണ്ട് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ അത്രയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ല. അത് കഴിഞ്ഞ് അടുത്ത് തന്നെ പീരിയോഡിസിറ്റി, എലമെന്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പീരിയോഡിസിറ്റിയിൽ ജസ്റ്റ് നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്യണുള്ളൂ. മോഡേൺ പീരിയോഡിക് ടേബിളും അതിലെ പീരിയോഡിക് ട്രെൻഡ്സും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതിന് ഞാൻ വെറും 2 ഡേയ്സേ തന്നിട്ടുള്ളൂ. 2 ഡേയ്സ് കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ. 2 ഡേയ്സ് തന്നെ അതിന് വേണ്ട. ശരിക്കും പറഞ്ഞാൽ 1 ഡേ കൊണ്ട് തീർക്കാം. എന്നാലും ജസ്റ്റ് ഒരു 1 ഡേ അധികം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടൊന്ന് ഇടപഴകാൻ വേണ്ടിയിട്ടുള്ള ഒരു 1 ഡേ അതിനും അധികം ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് 10th ജൂലൈ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അതും കൂടി തീർക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? കെമിക്കൽ ബോണ്ടിങ്ങും മോളിക്കുലർ സ്ട്രക്ചറുമാണ്. സംഭവം കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റർ ആയിട്ട് കുറേ ആൾക്കാർക്ക് തോന്നുന്നു. എങ്ങനെയാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്, മോളിക്യൂളിൻ്റെ ബോണ്ടിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അതിനുകൊണ്ട് തന്നെ അതിന് ഞാനൊരു 4 ദിവസം ടൈം, 4 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററേ ഉള്ളൂ. 4 ദിവസം, ഒരു ദിവസം നല്ലപോലെ ഒന്ന് വീഡിയോ എല്ലാം കണ്ടിട്ടാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സംഭവം സെറ്റാണ്. എന്നാലും ഞാൻ 4 ദിവസം വെച്ചിട്ടുണ്ട്. 4 ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് 14-ാം തീയതി ആകുമ്പോഴേക്കും 14 ജൂലൈ ആകുമ്പോഴേക്കും കെമിക്കൽ ബോണ്ടിങ്ങും തീർക്കാം. കെമിക്കൽ ബോണ്ടിങ് തീർത്തിട്ട് അതിലുള്ള കുറച്ച് പ്രോബ്ലംസും നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ട്. ആ 4 ഡേയുടെ ഉള്ളിൽ എന്തായാലും തീർക്കും. പിന്നെ അടുത്ത സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ കുറച്ചധികം ടോപ്പിക്സ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനും ഒരു 4 ഡേ എടുത്തോ. അതും ഒരു 4 ഡേ എടുത്താൽ 18-ാം തീയതി ആകുമ്പോഴേക്കും ആ ചാപ്റ്ററും കൂടി തീർന്നില്ലേ? ഓക്കെ, അതായത് ജൂലൈ 18 ആകുമ്പോഴേക്കും നിങ്ങൾ 5 ചാപ്റ്റർ തീർത്തു. 5 ചാപ്റ്റർ വരെ ജൂലൈ 18 ആകുമ്പോഴേക്കും തീർത്തു. ഒന്നും പേടിക്കാനില്ല. ഇനി കുറച്ച് ചാപ്റ്ററും കൂടെ ഉള്ളൂ. ഇനി ഒരു 9 ചാപ്റ്ററും കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് കുറേ ടൈമുണ്ട്. അടുത്ത 2 ചാപ്റ്റർ എന്ന് പറയുന്നത് ഒന്ന് ഏതാണ്? ഒന്ന് ഇക്വിലിബ്രിയം, ഒന്ന് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതായത് നിങ്ങൾക്ക് +1-ൽ മാത്രമല്ല, ഇത് കുറച്ച് ഹയർ സ്റ്റഡീസിൽ പോകുമ്പോഴും +2-ൽ വരുമ്പോഴും ഈ 2 ടോപ്പിക്കിന് കുറച്ച് നല്ല വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ടോപ്പിക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ കവർ ചെയ്യണം. നല്ല രീതിയിൽ കവർ ചെയ്യാവുന്ന നിങ്ങൾ എക്സാമിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കാനുള്ള രീതിയിൽ കവർ ചെയ്യണം. അതുകൊണ്ട് തന്നെ തെർമോഡൈനാമിക്സിന് 4 ദിവസവും ഇക്വിലിബ്രിയത്തിന് 5 ദിവസവും തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിന് 5 ദിവസം തരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത് കുറച്ചധികം പഠിക്കാനുണ്ട്. അതായത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും അതിൽ കുറച്ചധികം ടോപ്പിക്സ് ഫോക്കസ് ഏരിയയിലുണ്ട്. അതുകൊണ്ട് തന്നെ 4ഉം 5ഉം ദിവസം 9 ദിവസം കൊണ്ട് ഇത് 2 തീർക്കാം. 9 ദിവസം എന്ന് പറയുമ്പോൾ 18-ാം തീയതിയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എടുത്ത് അവിടുന്ന് ഒരു 9 ദിവസം എടുത്താൽ എത്രയാണ്? 27th ജൂലൈ ആകുമ്പോഴേക്കും 7 ചാപ്റ്റർ കഴിഞ്ഞു. ഇക്വിലിബ്രിയം വരെയുള്ള എല്ലാ ചാപ്റ്ററും കഴിഞ്ഞു. ഓക്കെ, ഇക്വിലിബ്രിയം വരെയുള്ള 7 ചാപ്റ്റർ, അതായത് നിങ്ങൾ പകുതി സിലബസ് തീർത്തു. +1 കെമിസ്ട്രീൻ്റെ പകുതി സിലബസ് എന്ന് തീർത്തു. 27th ആകുമ്പോഴേക്കും നിങ്ങൾ +1-ൻ്റെ പകുതി സിലബസ് തീർത്തു.
ഇനി അടുത്തത് കുറച്ച് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് വരാൻ പോകുന്നത്. റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. റിഡോക്സ് റിയാക്ഷൻ ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഒരു 1-2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. പക്ഷേ ഞാൻ എന്തായാലും ഒരു ഡേ കിടക്കട്ടെ വെച്ചിട്ട് റിഡോക്സ് റിയാക്ഷൻ ഒരു ഡേ വെച്ചിട്ടുണ്ട്. അങ്ങനെ 28 ജൂലൈ ആകുമ്പോഴേക്കും റിഡോക്സും തീർന്നു. അടുത്തതും റിഡോക്സ് പോലെ തന്നെ ഒരു ചെറിയ ചാപ്റ്ററാണ്. ചെറിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് പഠിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പഠിക്കാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് ഭാഗം മാത്രം. അതിന് ഒരു ദിവസമൊക്കെ മതി. ഹൈഡ്രജൻ ആണ് ചാപ്റ്ററിന്റെ പേര്. ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ക്രിയേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഹൈഡ്രജനിൽ പറയുന്നത്. അതിന് ഒരു ദിവസം മതി. ഒരു ദിവസം തന്നെ ധാരാളമാണ് ഹൈഡ്രജൻ പഠിക്കാൻ. ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പഠിക്കാൻ ചോദിച്ചാൽ ഒരു ദിവസം കുറേ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം അന്നേരം എന്തായി 29 ജൂലൈ ആകുമ്പോഴേക്കും ഹൈഡ്രജനും തീർന്നു. പിന്നെ എസും പിയും ആണ് നിങ്ങൾ +1 പഠിക്കാനുള്ളത്. ഡി എഫ് ബ്ലോക്കുകൾ +2ലാണ് പഠിക്കാനുള്ളത്. എസും പിയിലും കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. എന്നാലും നിങ്ങൾക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം. അതായത് എസും പിന്നൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇങ്ങനെ നടക്കാൻ കാരണം, എന്താണ് അതിൻ്റെ പൊസിഷൻ, അങ്ങനത്തെ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നിങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അന്നേരം ആ ചാപ്റ്ററിനെ കുറിച്ച് നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ 2-3 ഡേ വെച്ചിട്ട് പഠിക്കാനുള്ള ടൈമുണ്ട്. 2-3 ഡേ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ പോയാൽ മതി. ആ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ജസ്റ്റ് ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ പോയിക്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അത് തലയിൽ കയറിക്കോളും. അപ്പം എസും പിക്കും കൂടി കൂട്ടി 6 ദിവസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 6 ആയി. ഓഗസ്റ്റ് 6 എത്തിപ്പോയി. ഓക്കെ, ഓഗസ്റ്റ് 6 ആകുമ്പോഴേക്കും എന്തായി പി ബ്ലോക്ക് വരെയുള്ള എല്ലാം തീർത്തു. പിന്നെ കുറച്ച് ഹൈഡ്രോ കാർബൺ ആണ്. ഇത് രണ്ടും ഹൈഡ്രോ കാർബണിൽ വരുന്നതാണ്. ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബണും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കണമായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അതായത് രണ്ടും തമ്മിൽ കുറച്ച് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാൻ എന്താ, ഒന്നിന് 4 ദിവസം, അടുത്തതിന് 6 ദിവസം, ടോട്ടൽ 10 ഡേയ്സ് കൊണ്ട് ഹൈഡ്രോ കാർബൺ ഫുള്ള് തീർക്കാം. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺ രണ്ടും കൂടിയുള്ള ചാപ്റ്റേഴ്സ്. അതെ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ആയതുകൊണ്ട് തന്നെ അത് തമ്മിലും ഫുള്ള് തീർക്കാൻ വേണ്ടിയിട്ട് 10 ദിവസം മതി. അന്നേരം എന്താണ് എൻഡ് ഡേറ്റ് ഓഗസ്റ്റ് 18 ആകുമ്പോഴേക്കും എല്ലാം തീർത്തു. ഇന്ന് ലാസ്റ്റത്തെ ഒരു ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. ജസ്റ്റ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. പൊല്യൂഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. എന്നാലും ഒരു ഡേ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ തന്നെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി തീർന്നു. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്നാൽ അത്ര കാര്യമുള്ള കഥയല്ല. ഓക്കെ, സംഭവം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിലൂടെ ഒന്ന് പോയി ആ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അത് ഒരു ദിവസം വേണ്ട, എന്നാലും ഒരു ദിവസം കിടന്നോട്ടെ. അങ്ങനെ ആകുമ്പോൾ എന്തായി 20 ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഫുള്ള് തീർത്തു. നിങ്ങൾ ഫുൾ സിലബസ്, അതായത് +1 കെമിസ്ട്രിയിലെ ഫുൾ സിലബസ് 20 ആഗസ്റ്റ് ആകുമ്പോഴേക്കും തീർത്തു. വേറെ ഒന്നും പേടിക്കാനില്ല. 20 ആഗസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. എത്രയാണ് 10-17 ദിവസത്തോളം ഇനിയും ടൈമുണ്ട് എക്സാമിലേക്ക്. ആ ടൈം ജസ്റ്റ് ഒരു 2 പ്രാവശ്യം റിവിഷനും കൂടി പോകാനുള്ള ടൈമുണ്ട്. കുറേ ആൾക്കാർ ഈ ടൈം ആകുമ്പോഴേക്കും തന്നെ കുറേ സബ്ജക്റ്റ് തീർത്തിട്ടുണ്ടോ. അവർ അങ്ങനെ തന്നെ ആ പേസിൽ തന്നെ തീർത്തോട്ടെ. ബാക്കിയുള്ളവർ ഇനി ഒന്നും തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നും തുടങ്ങാത്തവർ ഫസ്റ്റ് തൊട്ട് തന്നെ എന്തായാലും ഒന്നും കൂടി തുടങ്ങണമല്ലോ. അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ഈ ഡേയിൻ്റെ കണക്ക് വെച്ചിട്ട് ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. 20 ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർ തുടങ്ങിയവർ അത് അവിടെ നിന്നോട്ടെ. ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള ബാക്കി തൊട്ട് അങ്ങോട്ട് പഠിച്ചാൽ മതി. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഈ 3ാമത്തെ ചാപ്റ്റർ വരെ തീർത്തിട്ടുണ്ട്, ഇന്ന് 3ാമത്തെ ചാപ്റ്റർ വരെ തീർത്തതാണെങ്കിൽ ബാക്കി അങ്ങോട്ട് ഇനി ആ ഡേയ്സ് യൂട്ടിലൈസ് ചെയ്താൽ മതി. അതായത് 4 ദിവസം കൊണ്ട് അടുത്ത് പഠിക്കുക അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ച് തീർത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് എന്തായാലും തീർക്കാൻ പറ്റും. കെമിസ്ട്രി അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് കാണിച്ചാൽ തന്നെ ചാപ്റ്റർ ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ.